യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 4 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിന്റെ 4 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. എന്നെയാകുന്നു തിരിയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അടുത്ത 2 വാക്യം കൂടെ. മതി. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് തുടർന്നുള്ള നിമിഷത്തെ ചിന്തകൾക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. സ്തോത്രം. 18-ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. അവിടെ ഗദസമനയിൽ യേശുവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ചിത്രമാണ് നമുക്കതിനകത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് പലപ്പോഴും എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. കാരണം യേശുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു തനിക്കിനി എന്തൊക്കെയാണ് നേരിടുവാൻ താൻ പോകുന്നതെന്നുള്ള വ്യക്തവും കൃത്യമായുള്ള ബോധ്യം യേശുവിന് അറിയാം. സ്തോത്രം. അടുത്ത മണിക്കൂറുകളിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, ഇത് അറിയാഞ്ഞിട്ടല്ല. സ്തോത്രം. താൻ ഇത് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എന്ത് ചെയ്യണം? നീക്കണം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ എന്ത് ചെയ്യണം? നിറവേറണം. 1 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. സ്തോത്രം. അതും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ ശരീരത്തിൽ നിന്നും രക്തത്തുള്ളികൾ, വേർപ്പ് തുള്ളികൾ കണക്കെ, സ്തോത്രം, എന്ത് ചെയ്തു? താഴേക്ക് പതിച്ചു വന്ന തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. സ്തോത്രം. കൂട്ടുകാരും ഇല്ല, അവരിൽ നിന്നെല്ലാം മാറി ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി പ്രാണസങ്കടത്തിലായി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. എന്നാൽ ആ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത്, സ്തോത്രം, ഇങ്ങനെയാണ്: ഇത് ഞാൻ നീക്കാൻ പോകുന്നില്ല, ഇത് നീ അനുഭവിച്ചേ മതിയാകും. ദൈവത്തിന് സ്തോത്രം. കേൾക്കുന്ന പ്രിയരെ, എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടി യേശുവിന് കിട്ടിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. സ്തോത്രം. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ നിറവേറണം. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ഗദസമനയിൽ കരുത്ത് കർത്താവ് പ്രാപിക്കുക. സ്തോത്രം. ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ പ്രതിസന്ധിയെ നേരിടാൻ, സ്തോത്രം, പ്രാർത്ഥനയിൽ കരുത്താർജിച്ചിട്ട് ശിഷ്യന്മാരോട് പറയാണ്, നമുക്ക് ഇവിടം വിട്ടു പോകാം. സ്തോത്രം. അങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോഴാണ്, സ്തോത്രം, അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്: യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? സ്തോത്രം. ഞാൻ പറയുന്നതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അവർ ഇങ്ങോട്ട് വന്ന് പിടിച്ചോണ്ട് പോവൊന്നുമില്ല. കർത്താവ് അങ്ങോട്ട് എന്നിട്ട് പറയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? സ്തോത്രം. ഇന്ന് പകലിൽ ചിലതൊന്നും നമ്മുടെ മുമ്പിൽ നിന്ന് മാറത്തില്ല. പക്ഷേ അതിനെ അതിജീവിക്കാൻ നീ പ്രാർത്ഥനയിൽ ഒന്ന് കരുത്ത് പ്രാപിച്ചേ മതിയാകൂ. ദൈവത്തിന് സ്തോത്രം. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ നിനക്കറിയാം അടുത്ത ദിവസങ്ങളിൽ എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ഇന്ന് പകലിൽ ഒരു ഗദസമന നിന്റെ ജീവിതത്തിനകത്തുണ്ടാകണം. നീ പ്രാർത്ഥനയിൽ ഒന്ന് കരുത്ത് പ്രാപിക്കണമെന്ന് തമ്പുരാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, യേശുവിനെ അവർ പിടിച്ചുകൊണ്ടു പോകുകയല്ലായിരുന്നു, യേശു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് പറയുന്നത്, നിങ്ങൾ ആരെ തിരയുന്നു? സ്തോത്രം. അപ്പോ അവര് പറയുന്നു, നസറേയനായ യേശുവിനെ. സ്തോത്രം. അത് ഞാൻ തന്നെ എന്ന ഒറ്റ വാക്കിനകത്ത്, സ്തോത്രം, ഇവരെല്ലാം നിലത്ത് വീഴുക. പിടിക്കാൻ വന്നവരെല്ലാം എന്ത് ചെയ്തു? നിലത്ത് വീണു. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള, സ്തോത്രം, കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മുഴങ്ങിക്കേട്ട അതേ ശബ്ദം ആ ഗദസമനയ്ക്കകത്തും പിന്നെയും പറയുക, അത് ഞാൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ തന്നെ പിടിച്ചുകൊണ്ടുപോകാൻ നിന്ന ഒരു വ്യക്തികൾക്കും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പാണ്:
യേശു തന്നെത്താൻ എന്ത് ചെയ്യായിരുന്നു? ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം. ഒരു വേള പത്രോസ് രക്ഷിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോ സ്തോത്രം കർത്താവ് തന്നെ പറയുകയാണ്, ഞാൻ ഇപ്പോഴൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 12 ലഗ്യോന്മാരെ ഇവിടെ എനിക്ക് വേണ്ടി എന്റെ പിതാവ് അയക്കത്തില്ല എന്ന് പറഞ്ഞാൽ സ്തോത്രം ഈ ഇത്രയും വരുന്ന ചെറിയ കൂട്ടമല്ല, ഞാൻ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ 72,000 പേരടങ്ങുന്ന ഒരു ബറ്റാലിയനെ, ഒരു ദൂത സഞ്ചയത്തെ എന്റെ ഒറ്റ വാക്കിനകത്ത് എന്റെ പിതാവിന് അയക്കാൻ കഴിയും. പക്ഷേ ദൈവത്തിന്റെ ഹിതം അതല്ല. സ്തോത്രം. ഇനി എന്നെ കേൾക്കുന്ന പേര് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. സ്തോത്രം. അപ്പൊ ആരെ തിരിയുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയാണ്, സ്തോത്രം, നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, ഇവരെന്ത് ചെയ്യട്ടെ? പൊയ്ക്കൊള്ളട്ടെ. സ്തോത്രം. 8ാമത്തെ വാക്യം അങ്ങനെയാണ് പറയുന്നത്, ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെ ആകുന്നു തിരിയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് അടുത്തൊരു പദം അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാ, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു. സ്തോത്രം. ആ വാക്ക് കിടക്കുന്നത് 17ാമത്തെ അധ്യായത്തിലാണ്. 17ാമത്തെ അധ്യായം അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 17:12. ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന്. അപ്പൊ കർത്താവ്, സ്തോത്രം, കർത്താവിന്റെ കയ്യിൽ കുറച്ചുപേരെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിതാവ്. സ്തോത്രം. എന്തിനാ? സൂക്ഷിക്കാൻ. സ്തോത്രം. ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഭയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുവിന് ശേഷം ശുശ്രൂഷ ചെയ്യേണ്ടുന്ന ആൾക്കാരെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. കർത്താവ് പറയുകയാണ്, സ്തോത്രം, അവരെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സൂക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവകരം ഉണ്ട് കേട്ടോ. സ്തോത്രം. ആപത്തുകളും അനർത്ഥങ്ങളും ഒന്നും കൂടാതെ വണ്ണം നമ്മളെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ നഷ്ടമായി പോകാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്തൊരു സംഭവം അവിടെ നടക്കുന്നത്. ഞാൻ അതിലേക്കാണ് എന്റെ ശ്രദ്ധ ഒന്ന് കേന്ദ്രീകരിക്കാൻ താല്പര്യപ്പെടുന്നത്. ദൈവത്തിന്റെ ആത്മാവ് തന്ന ദൂത് അവിടെ കിടക്കുന്നത്. സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് 10ാമത്തെ വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. വായിച്ചേ. ശീമോൻ പത്രോസ് തനിക്കുള്ള വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ എന്ത് ചെയ്തു? വെട്ടി. എന്നിട്ട് യോഹന്നാൻ മാത്രമാണ് ആ ദാസന്റെ പേരെന്ത് ചെയ്തിരിക്കുന്നത്? രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അവന് മൽക്കോസ് എന്നാണ് പേര്. അവന്റെ വലത്തെ കാതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറുത്ത് കളഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ വാളെടുത്ത് വെട്ടട്ടെ എന്ന് പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് അവിടെ ആ വെട്ടിക്കോ എന്നെന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. സ്തോത്രം. കർത്താവോടെ മൗനമായിട്ടിരുന്നു, മിണ്ടിയില്ല. സ്തോത്രം. അതിന് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ പത്രോസ് അതൊന്നും കേട്ട് ആ ഉത്തരവോ മറുപടിയോ ഒന്നും കേൾക്കാനായിട്ട് പത്രോസ് നിന്നില്ല. തന്റെ അരയിൽ കരുതി വെച്ചിരുന്ന, സ്തോത്രം, ആയുധമെടുത്ത് ഒരു മനുഷ്യന് നേരെ ആഞ്ഞുവീശി. സ്തോത്രം. നിശ്ചയമായിട്ടും അത് കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്നുള്ള കാര്യം ഉറപ്പാ. സ്തോത്രം. പക്ഷേ വെട്ടെന്ത് ചെയ്തു? മാറിക്കൊണ്ടു. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. സ്തോത്രം. ഇവരെന്തിനാ വന്നത്? ഇവർ യേശുവിനെ പിടിക്കാനായിട്ടാ വന്നത്. സ്തോത്രം. ഇപ്പോൾ പത്രോസ് ഒരു വലിയ അബദ്ധം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. വലിയ അബദ്ധം ചെയ്തിരിക്കുക. സ്തോത്രം. കാരണം എന്താണെന്ന് അറിയാമോ? പത്രോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ആരുടെ ദാസനാണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മഹാപുരോഹിതന്റെ ദാസന. സ്തോത്രം. അപ്പൊ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടിയിട്ട് അങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാൻ പത്രോസിന് കഴിയത്തില്ല. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ ഒരു ചിന്ത പറയാം. സ്തോത്രം. അവിടെ യേശു ആ അത്ഭുതം ചെയ്തില്ലായിരുന്നെങ്കിൽ യേശുവിനോട് കൂടെ പത്രോസിനെയും അവർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയനെ. അടുത്തൊരു ക്രൂശ് ചിലപ്പോൾ പത്രോസിന് വേണ്ടിയിട്ടും ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഒരുങ്ങി നിന്നേനെ. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില അബദ്ധത്തിലൊക്കെ നമ്മളെ പെടുത്താൻ നോക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് പകലിൽ കർത്താവ് വലിച്ച് ദൂരെ തെറിഞ്ഞു കളയുക. അത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്രോസെ, നീ അത് അബദ്ധത്തിൽ ചെയ്തതാണെങ്കിലും, സ്തോത്രം, അതിനൊരു തെളിവ് പോലും വെക്കാതെ, സ്തോത്രം, ആ കാതെടുത്ത് അതേ സ്ഥലത്ത്, സ്തോത്രം, അതേ മനുഷ്യനിൽ അതങ്ങ് ക്രമീകരിച്ചിട്ട്, സ്തോത്രം, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള നിലവാരത്തിൽ പത്രോസിനെ കർത്താവ് രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ എടുത്തുചാട്ടത്തിന്റെ അകത്ത് പുറത്ത് എന്തെങ്കിലുമൊക്കെ, സ്തോത്രം, പോരായ്മകളും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു വീഴാം. എന്നാൽ ഇന്ന് പകലിൽ ഒരു ഉറപ്പ് ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയാം.
എനിക്കറിയാം, നീ നഷ്ടമായി പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. പത്രോസേ, നീ അങ്ങനെ ചാകേണ്ടവനല്ല, നീ അങ്ങനെ ക്രൂശിക്കപ്പെടേണ്ടവനല്ല. ദൈവത്തിന് സ്തോത്രം. നിന്നെപ്പറ്റി എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നിന്നെപ്പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്. നീ അല്പം അബദ്ധമൊക്കെ കാണിച്ചാലും നിന്നെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ എനിക്ക് പദ്ധതിയില്ല പത്രോസേ. സ്തോത്രം. നോക്കിക്കേ, തെളിവ് എന്ത് ചെയ്തു? നശിപ്പിച്ചു. സ്തോത്രം. അവിടെ ഒരു തെളിവുണ്ട്. ഇവൻ കാത്, സ്തോത്രം, ആ രക്തം ഒഴുകുന്ന ചെവിയും കൊണ്ട് ഇവൻ തിരിച്ച് മഹാപുരോഹിതന്റെ മുറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ആരാ ഇത് ചെയ്തത് എന്നുള്ള ചോദ്യം വരും. ഇനി എവിടെ ഓടിപ്പോയാലും ഓടിച്ചിട്ട് പിടിച്ചിട്ട് അതിനുള്ള ശിക്ഷ തക്കതായ നിലയിൽ പത്രോസിന് കിട്ടും. സ്തോത്രം. നോക്കിക്കേ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയാം. സ്തോത്രം. ഇതേ പത്രോസ് മഹാപുരോഹിതന്റെ മുറ്റത്ത് നിന്ന്. സ്തോത്രം. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണേ. അവിടെ സ്തോത്രം ഈ സ്ത്രീകളെ മറ്റവരൊക്കെ വന്നിട്ട് പറഞ്ഞു, നീയും അവരുടെ കൂട്ടത്തിലുള്ള ആളാണല്ലോ, നിന്റെ വാക്കും ഭാഷണവും അത് വിളിച്ചറിയിക്കുന്നുണ്ട്. സ്തോത്രം. അവരിതൊക്കെ പറയുമ്പോഴും, എടാ പത്രോസ്, നീയല്ലേ വെട്ടിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ വന്നില്ല. ഹലോ, ഞാൻ പറയുന്നതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നീയല്ലേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ കാത് വെട്ടിയത് എന്നൊരു ചോദ്യം പത്രോസിന് നേരെ ആരും ഉന്നയിച്ചില്ല, ഉന്നയിക്കാൻ തമ്പുരാൻ അനുവദിച്ചില്ല. സ്തോത്രം. ഇതാ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സംരക്ഷിച്ചു നിർത്തുന്നത്. പത്രോസിന്റെ ജീവിതത്തെ നമ്മൾ ആദ്യോടെ അന്തോ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കല് യേശുവും ശിഷ്യന്മാരും കൂടെ അക്കരയ്ക്ക് പോകുക, ഗദരദേശത്തേക്ക് പോകുമ്പോൾ, സ്തോത്രം, പടകിന് നേരെ വലിയ കൊടുങ്കാറ്റടിച്ചു. സ്തോത്രം. ആ പടകിനെ ഏത് വിധത്തിലും മുക്കിക്കളയണമെന്ന് പിശാച് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവിടെയാണ് ശിഷ്യന്മാരടുത്ത് എന്ന് യേശുവിനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുക. നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് കർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. കർത്താവ് എഴുന്നേറ്റ് കാട്ടിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാന്തമാക്കി. സ്തോത്രം. അവിടെ, സ്തോത്രം, പിശാച് ഉദ്ദേശിച്ച ഒരു പദ്ധതി, സ്തോത്രം, യേശുവിനെയും ശിഷ്യന്മാരെയും ഒരുമിച്ച് കിട്ടിയിരിക്കുക. സ്തോത്രം. ആ ഒരുമിച്ച് കിട്ടിയിരിക്കുന്നതിന്റെ നടുവിൽ ആ കടലിൽ ഇവരെ എന്ത് ചെയ്യണം? ഇല്ലായ്മ ചെയ്യണം. സ്തോത്രം. പിന്നീട് ഒരു സംഭവം നടക്കുന്നുണ്ട്. സ്തോത്രം. ഒരു നിർജ്ജന പ്രദേശത്ത് അപ്പോൾ എല്ലാം വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ട്, സ്തോത്രം, ശിഷ്യന്മാരെ നിർബന്ധത്തോടെ പറഞ്ഞ എന്ത് ചെയ്തു? അക്കരയ്ക്ക് അയച്ചു. കർത്താവ് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് എന്ത് ചെയ്തു? കയറിപ്പോയി. സ്തോത്രം. ഇപ്പോഴും ശിഷ്യന്മാര് മാത്രമേ ഉള്ളൂ. പത്രോസും അന്ത്രയോസും തുടങ്ങിയ ഗണം അവര്, സ്തോത്രം, ഈ പടകിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, 3 യാമങ്ങളും തണ്ട് വലിച്ചവര് ക്ഷീണിച്ചിരിക്കുക. കടലിന്റെ നടുക്കെന്ത് ചെയ്തിരിക്കുന്നു? ഇവരെത്തപ്പെട്ടിരിക്കുന്നു. അവിടെയും ഈ ജനത്തെ നശിപ്പിക്കാൻ, ഈ 12 ശിഷ്യന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് എന്ത് ചെയ്തു? പദ്ധതിയൊരുക്കി. അവിടെയും കർത്താവ് ആ കടലിന്റെ മുകളിൽ കൂടെ നടന്നു വന്ന് അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, പത്രോസിനെ എനിക്കൊന്ന് തരുമോന്ന് നേരിട്ടല്ലേ ചോദിച്ചത്? സ്തോത്രം. നേരിട്ട് ചോദിച്ചു. അതൊന്നും പത്രോസ് അറിഞ്ഞില്ല. പക്ഷെ കർത്താവ് പത്രോസിനടുത്ത് പറയാണ്, പത്രോസേ, നിന്നെ പാറ്റുവാൻ പിശാച് എന്റെ അടുത്ത് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ അതിനെ അനുവദിച്ചില്ല, അതിനെ സമ്മതിച്ചില്ല. നിങ്ങൾ നോക്കണേ. സ്തോത്രം. കടലിനകത്ത് രക്ഷിച്ചു. സ്തോത്രം. 1 അല്ല 2 പ്രാവശ്യം, സ്തോത്രം, നേരിട്ട് അനുവാദം ചോദിച്ചു, വിട്ടുകൊടുത്തില്ല. നോക്കിക്കേ, ഇപ്പോഴും പിശാച് ചില പ്രലോഭനങ്ങൾ ഇട്ടുകൊണ്ട്, ചില എടുത്തുചാട്ടത്തിന്റെ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ചിലത് കാണിച്ച് ഇവനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെയും പത്രോസിനെ കർത്താവ് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? സ്തോത്രം, എന്റെ കാലഘട്ടത്തിന് ശേഷം നീ സഭയെ നയിക്കാനുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. നിന്നിലൂടെ അത്ഭുതങ്ങൾ നടക്കാനുള്ളതാ, നിന്നിലൂടെ അടയാളങ്ങൾ നടക്കാനുള്ളതാ, നിന്നിലൂടെ ദേശദേശാന്തരങ്ങൾ സുവിശേഷം അറിയിക്കാനുള്ളതാ, അനേകര് നിന്നിൽ കൂടെ വിടിവിക്കപ്പെടാനുള്ളതാ. നീ കത്തിയെടുത്ത് വെട്ടി എന്നുള്ളൊരൊറ്റ കാരണത്താൽ നിന്നെ അവരുടെ കരത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ എനിക്ക് പദ്ധതിയില്ല പത്രോസേ. നിന്നെ പറ്റി വൻകാര്യങ്ങളാണ് സ്വർഗത്തിന് പദ്ധതിയുള്ളത്. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ, ചിലതിനകത്തൊക്കെ പെടുത്തി നിന്നെ ഒരു ഊരാക്കുടുക്കിനകത്ത് കൊണ്ടുവന്നിടാൻ പിശാച് പല പദ്ധതികളും ഒരുക്കുമ്പോൾ ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? തമ്പുരാൻ അതിൽ നിന്ന് അത് പൊളിച്ചിട്ട്, ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചിട്ട്, ആ തെളിവുകളെ നശിപ്പിച്ചിട്ട് നിന്നെ പുറത്തു കൊണ്ടുവരികയോ? മഹാപുരോഹിതന്റെ ദാസനെ വെട്ടാൻ നോക്കിയത്, അവനെയാ വെട്ടിയത്. സ്തോത്രം.
പക്ഷേ സ്തോത്രം, അതെല്ലാം അവിടേക്ക് പത്രോസ് കടന്നു ചെല്ലുമ്പോൾ അവർ ഓർത്തില്ല. സ്തോത്രം, അവർക്കത് മറവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചിലതൊക്കെ ദൈവം മറയ്ക്കും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകൾ നീ അബദ്ധത്തിൽ ചെയ്തു പോയതിനെ ഓർത്ത് നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കണ്ട, നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കണ്ട. നീ ദൈവത്തോട് ഏറ്റുപറ, നീ ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്ക്, നീ ദൈവസന്നിധിയിൽ നിന്ന് ഏറ്റുപറ. ഒരു മടങ്ങ് വരവിന് നീ തയ്യാറാക. നിന്നെ അനുഗ്രഹിക്കുന്ന പുതിയ ചില ശുശ്രൂഷകൾ നിന്റെ കരത്തിലേക്ക് നൽകിത്തരാൻ പ്രാപ്തിയുള്ള, നിന്നെ കാത്തു പരിപാലിക്കുന്ന, നിന്നെ പിശാചിന്റെ ഇംഗിതത്തിന് വിട്ടുകൊടുക്കാത്ത ഒരു ദൈവകൃപയുടെ സാന്നിധ്യമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കരങ്ങളടിച്ചാത്മാവിൽ അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ ആരാധനയെങ്കിൽ തന്നെ നിന്നെ പിടുത്താൻ നോക്കുന്ന ചില പ്രലോഭനങ്ങളില്ലേ, നിന്നെ ചിലതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നതില്ലേ, അത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് പുറത്താവട്ടെ, അത് പൊളിയട്ടെ. സാമ്പത്തികമായ കെണികൾ ഒരുക്കുന്ന ദൈവത്തിന്, രോഗങ്ങൾ കൊണ്ടുവന്നിടുന്ന, ഇല്ലാ വചനങ്ങൾ പറയുന്ന എല്ലാ ദൈവത്തിന് അശുദ്ധാത്മാവിന്റെ പോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇവിടെ വിടുവിച്ച ദൈവം, ദൈവത്തിന് സ്തോത്രം. മുന്നോട്ട് പോകുമ്പോൾ കാരാഗ്രഹത്തിനകത്തും പത്രോസ് കടന്നു എന്നുള്ളത് ശരിയാ, പക്ഷേ അവിടെയും ദൈവം വിട്ടുകൊടുത്തില്ല, അവിടെയും അവനെ പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അവര് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി അവരുടെ മുൻപാകെ വന്ന് നിന്നുവെന്ന് പല ആവർത്തി നമ്മൾ പ്രസംഗങ്ങളിൽ കേട്ടിട്ടില്ലേ? സ്തോത്രം. ഇവിടെ രക്ഷിച്ച ദൈവം, ഗദസമനയ്ക്കകത്ത് രക്ഷിച്ച ദൈവം കാരാഗ്രഹത്തിനകത്തും രക്ഷിച്ചു. പിന്നെയും അവനെ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കി ഒരു തബീതയെ പത്രോസ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിനകത്ത് അതിന്റെ മുൻപിലിരുന്നവരെ, ആ ഇരുന്ന് ഭിക്ഷയാചിച്ചവന്റെ അവസ്ഥയ്ക്ക് പത്രോസിലൂടെ തമ്പുരാൻ ഭേദം വരുത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭയെ നയിക്കാൻ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഈ പത്രോസിന് കൈമാറി. സ്തോത്രം, സ്തോത്രം. ആ പദത്തിന്, ആ വാക്യത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ യേശുവിനോടുകൂടെ ഇപ്പോൾ ഉള്ളവരെല്ലാം സാധാരണക്കാരാ. മത്തായി സുവിശേഷം 16:19 ഞാൻ പറഞ്ഞത്. സ്തോത്രം. യേശുവിനോട് കൂടെ ഉള്ളവരെല്ലാം സാധാരണക്കാരാ. സ്തോത്രം എന്ന് പറഞ്ഞാൽ അവർ മുക്കുവന്മാരാണ്. സ്തോത്രം. വേണ്ട വിധത്തിലുള്ള വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളൊന്നും ഇവർക്കില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, അന്നത്തെ കാലഘട്ടത്തിനകത്തൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷനായിക്കോട്ടെ, ശാസ്ത്രി ആയിക്കോട്ടെ, സ്തോത്രം, അവർ കൂടുതലായിട്ട് പഠനം നടത്തി കഴിഞ്ഞാൽ, സ്തോത്രം, അവർക്ക് ചില താക്കോലുകൾ കിട്ടും, ചില മെഡലുകൾ കിട്ടുന്നത് പോലെ. സ്തോത്രം. ചില താക്കോലുകൾ കിട്ടും. അപ്പോൾ ഈ താക്കോല് ഇവരുടെ അരയിൽ എന്ത് ചെയ്യും? ഇവർ തൂക്കിയിടും. സ്തോത്രം. അരയിൽ തൂക്കിയിടുമ്പോൾ ഈ താക്കോലിന്റെ എണ്ണം നോക്കിയിട്ട് ഇയാളെ എത്രമാത്രം ബഹുമാനിക്കണമെന്നുള്ളത് ജനത്തിന് മനസ്സിലാകും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് അതിനെയൊക്കെ കണിശമായിട്ട് വിമർശിച്ചത്. സ്തോത്രം. പള്ളിയിൽ മുഖ്യാസനം നിങ്ങൾ ആഗ്രഹിക്കുന്നു, തിരുക്കോണുകളിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം അതിനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവരുടെ അരയിലെല്ലാം ഇങ്ങനെ താക്കോൽ കൂട്ടങ്ങൾ കിടക്കും. ഈ താക്കോൽ കൂട്ടം കാണുമ്പോൾ മനസ്സിലാകും ഇയാൾക്ക് ഡിഗ്രി ഉണ്ട്, അദ്ദേഹത്തിന് PhD ഉണ്ട്, ദൈവശാസ്ത്രത്തിൽ ഇയാൾ MTH എടുത്തതാണ്. ഇങ്ങനെയുള്ള ഒരു കൂട്ടം അവിടെ ഉണ്ട്. സ്തോത്രം. അപ്പൊ ഈ താക്കോലാണ് ഇവരെ എന്ത് ചെയ്യുന്നത്? ഉന്നത സ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ പത്രോസിലേക്ക് നോക്കുമ്പോൾ പത്രോസിന്റെ ഈ താക്കോലൊന്നുമില്ല, നേരാവണ്ണം ഭാഷ പറയാനൊന്നും അറിയത്തില്ല. യഹൂദന്മാര് സംസാരിക്കുന്ന യെരുശലേമിലെ ഭാഷയല്ല പത്രോസ് സംസാരിക്കുന്നത്. ഗലീലയിൽ ദൈവത്തിന് സ്തോത്രം മുക്കോന്മാര് സംസാരിക്കുന്ന മുക്കുവ ഭാഷ സംസാരിക്കുന്ന പത്രോസ്, ദൈവത്തിന് സ്തോത്രം. ആ പത്രോസിനോട് കർത്താവ് പറയുക, ദൈവത്തിന് സ്തോത്രം, പത്രോസേ, ഈ കാണുന്ന ലോകത്തിന്റെ താക്കോലുകളല്ല, ഞാൻ നിനക്കൊരു താക്കോല് തരാം. ദൈവരാജ്യത്തിന്റെ താക്കോൽ, ദൈവസഭയുടെ താക്കോൽ, അധികാരത്തിന്റെ ആത്മീയതയുടെ ഒരു താക്കോൽ ഞാൻ നിനക്ക് കൈമാറാം. ദൈവത്തിന് സ്തോത്രം. നീ പറയുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കാം, നീ പറയുന്നിടത്ത് വിടുതലുകൾ നടക്കാം. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇന്ന് പകൽ അങ്ങനെ താക്കോല് കൈമാറിയവനെ ദൈവത്തിന് സ്തോത്രം ഗദസമനയ്ക്കകത്ത് വിട്ടുകളയുവാൻ എന്റെ ദൈവത്തിന് കഴിയില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ചില താക്കോലുകളെ ഇതിന്റെ നടുവിൽ കൈമാറിയിട്ടുണ്ട്, കഴിഞ്ഞ നാളുകളിൽ കൈമാറിയിട്ടുണ്ട്. ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലയ്ക്കകത്ത് ചില എടുത്തുചാട്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കരുതി നിന്നെ വിട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല ഈ ദൈവം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടല്ലേ
സ്തോത്രം. പത്രോസ് തകർന്നു പോകാവുന്ന പല മേഖലകളുണ്ടായിരുന്നു. അതിലൊന്നാണ് സ്തോത്രം, ആ രാത്രിയിൽ പത്രോസ് 3 വട്ടം തള്ളിപ്പറഞ്ഞ രാത്രി. സ്തോത്രം. നോക്കിക്കേ, ഒരുവൻ നാശത്തിലേക്ക് പോയി, യൂത നാശത്തിലേക്ക് പോയി. അതേ വഴിയിലേക്ക് പോകേണ്ടതായിരുന്നു സ്തോത്രം ഈ പത്രോസും. എന്നാൽ മഹാപുരോഹിതന്റെ നടുമുറ്റത്തിറങ്ങി നിൽക്കുന്ന പത്രോസിനെ വിസ്താരം കഴിഞ്ഞിറങ്ങി വരുന്ന കർത്താവ് ദൂരവേ നിന്നൊരു നോട്ടം നോക്കി. പിന്നെ പ്രിയപ്പെട്ടവരെ, ആ നോട്ടത്തിനകത്തൊരു ഭാഷയുണ്ട്, ആ നോട്ടത്തിനകത്തൊരു സംസാരം കൈമാറിയിട്ടുണ്ട്. പത്രോസെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ, എന്നാലും ഞാൻ നിന്നെ വിടത്തില്ല, എന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അത് കഴിഞ്ഞിട്ട് സംഭവം എന്താണെന്നറിയാമോ? 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റിട്ട് രാവിലെ കാണാൻ വന്ന സ്ത്രീയോട് കർത്താവ് പറയാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് നീ ശിഷ്യന്മാരോട് പോയി പറയണം. എന്നിട്ടൊരു പദം അവിടെ ഉണ്ട്, പത്രോസിനോടും പറയണം. സ്തോത്രം. പത്രോസിനോടും പറയണം. സ്തോത്രം. എന്തിനാണെന്നറിയാമോ? അവൻ തകർന്നിരിക്കുകയാ, അവൻ നിരാശപ്പെട്ടിരിക്കുക, അവൻ വേദനിച്ചിരിക്കുക. നീ പറ, ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന് അവന്റെ അടുത്തും ചെന്ന് പറ. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം 5 തുടങ്ങിയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പദമുണ്ട്. സ്തോത്രം. കേഫാവിനും അവൻ പ്രത്യക്ഷനായി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ 12 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോൾ തന്നെ സ്തോത്രം, അവരിൽ നിന്ന് വേറിട്ടൊരു ദർശനം ഈ പത്രോസിനും തമ്പുരാൻ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ആ പത്രോസിന് സെപ്പറേറ്റ് ആയി, വ്യക്തിപരമായി ദൈവത്തിന് സ്തോത്രം ഒരു കൂടിക്കാഴ്ച കർത്താവുമായിട്ട് സംഭവിച്ചു എന്ന് 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കിക്കേ, സ്തോത്രം. കർത്താവ് പറയാണ്, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം, ആ കർത്താവിന്റെ കരത്തിലേക്ക് പിതാവായി ദൈവം നമ്മളെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ. സ്തോത്രം. നമുക്ക് വേണ്ടി എല്ലാം കർത്താവ് മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നേ. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ നഷ്ടമായി പോകാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ചില പ്രലോഭനങ്ങളിട്ട് പത്രോസിനെ അവിടെയും തകർക്കാൻ നോക്കിയതാ ഗദസമനയ്ക്കകത്ത്. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ആ കാത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് പത്രോസിനെ രക്ഷിച്ച് കർത്താവ് എന്ത് ചെയ്തു? പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽ സ്തോത്രം, ആ ദൈവം നിന്നെ രക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. ആ ദൈവം നിന്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നത്, ആ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഈ ഭൂലോകത്തിനകത്ത് നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, ലോകപരമായ താക്കോലുകളൊന്നും നിന്റെ കയ്യിൽ ഇല്ലെങ്കിലും സ്വർഗരാജ്യത്തിന്റെ താക്കോല് നിന്റെ കയ്യിലുണ്ട്. അത് തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ പറയുന്നത് പോലെ നടക്കുവന്നേ. ദൈവത്തിന് സ്തോത്രം. നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിക്കപ്പെടും. ഇന്ന് പകൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ആത്മീയ അധികാരങ്ങളെ വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം കൈമാറിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം വെളിപ്പാടുകളെ, താലന്തുകളെ, ആത്മീയ നന്മകളെ, കൃപാവരങ്ങളെ ഇന്ന് പകൽ വിശ്വസിക്കുക. അതുള്ള നിന്നെ വിട്ടുകളയുന്ന ഒരു ദൈവമല്ല എന്റെ ദൈവം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കണ്ണുകളൊക്കെ ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാവരും അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ദൈവത്തിന് സ്തോത്രം, ജീവിതത്തിനകത്ത് എന്തൊക്കെയോ എടുത്തുചാട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ ആ അബദ്ധത്തിന്റെ പേരിൽ നിന്നെ ദൈവം വിട്ടുകളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതിന്റെ പേരിൽ നിന്നെ ദൈവം മാറ്റി നിർത്തത്തില്ല. ദൈവത്തിന് സ്തോത്രം. നീ ഒന്ന് മടങ്ങി വാ. ഇന്ന് രാത്രി, ഇന്ന് പകലിൽ ദൈവത്തിന് സ്തോത്രം, ദൈവസന്നിധിയില ഒരു മടങ്ങി വരവിന് സ്തോത്രം നമുക്കൊന്ന് തയ്യാറാകാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.